മാറിവന്ന മന്ത്രിസഭയും പുതിയ തൊഴിൽ നിയമങ്ങളും സംസ്ഥാനത്തെ വ്യവസായങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതർ പല നിറമുള്ള കൊടികളുടെ കീഴിലായി ചിന്നിച്ചിതറി കിടക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വൃത്തികെട്ട കളിയാണിത്. മാറ്റത്തിന്റെ പ്രതീകമാവേണ്ട യുവതലമുറ അസംഘടിതരാണ്. കലാലയ ബിരുദമല്ലാതെ മറ്റൊന്നും കൈവശമില്ലാത്ത ഇവർ വിശക്കുമ്പോൾ മുദ്രാവാക്യങ്ങൾ കുത്തിനിറച്ച പ്ലക്കാർഡുകളും ഏന്തി തെരുവോരത്ത് നിന്ന് അലറി വിളിക്കുകയാണ്. മുണ്ട് മുറുക്കിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കാൻ അവർക്കറിയില്ല. വൈറ്റ് കോളർ ജോലി അന്വേഷിച്ച് അവസാനം മയക്കുമരുന്നുകളിൽ അഭയം തേടുന്നവർ, കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങി കച്ചവടത്തിൽ മുടക്കിയിട്ട് മടക്കിക്കൊടുക്കാൻ നിവൃത്തിയില്ലാതെ മരണത്തിൽ മുഖമൊളിക്കുന്നവർ, ജീവിച്ചു കൊതി തീരാത്ത കുഞ്ഞുങ്ങളുടെ ചുണ്ടിലേക്ക് അമ്മിഞ്ഞ പാലിന് പകരം വിഷം ചുരത്തേണ്ടി വരുന്ന പാവപ്പെട്ട അമ്മമാരുടെ ഗതികേട്. ഇതിനെല്ലാം നേരെ നമ്മളെപ്പോലുള്ളവർ കണ്ണടയ്ക്കാൻ പാടില്ല. ഭരണകൂടങ്ങൾ മാറി മാറി വന്നാലും മാറ്റങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ മാത്രം മാറ്റമില്ല. നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് മെഡിസിനിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലുമാണ്. IT-യിൽ ഒരു താൽക്കാലിക മാന്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷെ അത് സ്ഥിരമാകണമെന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ അനന്തമാണ്. സാറ് വളരെ അപ് ടു ഡേറ്റ് ആണല്ലോ. ആയിരിക്കണമല്ലോ, ബിസിനസ് രംഗത്തെ മത്സരവും കടുത്തതല്ലേ. പക്ഷെ ഗുലാബ് ചന്ദ് ഷായുടെ കമ്പനിയോട് എനിക്കിഷ്ടം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അസംസ്കൃത വസ്തുക്കൾ എന്ന പേരിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും വരുന്ന കെമിക്കൽ പൗഡറുകൾ ഗുലാബ് ചന്ദിന്റെ ഫാക്ടറിയിൽ മിക്സ് ചെയ്ത് ഗുളികകളായി മാറ്റുമ്പോൾ അത് മയക്കുമരുന്നുകളാകുന്നു. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത് അയാളുടെ മകൻ രമണിക്കിന്റെ കണ്ടുപിടുത്തമാണ്. ആദ്യം ചെറിയ അളവിൽ കുഞ്ഞുങ്ങളിൽ മരുന്നായി, പിന്നെ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, അങ്ങനെ മറ്റു പലതിലൂടെ. പിന്നീട് അവർ വലിയ അളവിൽ ലഹരി തേടി അലഞ്ഞോളും. നല്ലൊരു നാളെ തകർത്തിട്ട് ഇന്ന് ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ. എന്റെ അടുത്ത ലക്ഷ്യം അവരുടെ സ്പോർട്സ് ഗുഡ്സ് ഫാക്ടറിയാണ്. കയറ്റി അയക്കുന്ന ടെന്നീസ് ബോളിനുള്ളിൽ വെളുത്ത പൊടിയുണ്ടോ എന്ന് എനിക്കറിയണം. വൈറ്റ് ഗോൾഡ്. ഓക്കെ, നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഏജൻസി കുറച്ചുകൂടെ ശക്തമാക്കണം. പത്രങ്ങളുമായി നല്ലൊരു ബന്ധം വേണം. എങ്കിലേ നമ്മൾ പറയുന്ന സത്യങ്ങൾ കുറച്ചെങ്കിലും അവർ അച്ചടിക്കൂ. ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. എനിക്കെന്റെ തറവാട്ടിലൊന്ന് കയറണം. നമസ്കാരം. നമസ്കാരം. ആ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആളിത്തിരി കുഴപ്പക്കാരനാ. എന്തു പറ്റി? നമ്മുടെ ബാറിനുള്ള ലിക്കറിന്റെ കോട്ട അയാൾ എന്തിനാ പിടിച്ചു വയ്ക്കുന്നേ? നമ്മുടെ എന്ത് സ്റ്റോക്ക് ഉണ്ട്? R20, G25, W40, BE100, BRA 75. ബ്രായോ? എല്ലാത്തിനും ഷോർട്ട് ഫോമാ. ബ്രാ ഫോർ ബ്രാൻഡി. അറിയില്ല. ഇങ്ങനെ പോയാൽ നമുക്കിട്ട് പണിയുന്നവനിട്ട് പണി കൊടുക്കാൻ ഒരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും. തെമ്മാടിത്തരത്തെ തെമ്മാടിത്തരത്തിലൂടെ തന്നെ നേരിടണം. റയർ മിക്സിംഗിലൂടെ ഏത് ബ്രാൻഡും ഉണ്ടാക്കാൻ കഴിയുന്ന ബ്ലെൻഡർ വാസു. നിങ്ങൾ ആരോട് അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഏമാന്റെ അപ്പന്റെ വക സ്വത്തൊന്നുമല്ലല്ലോ അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറാൻ. ഏതൊരു വ്യക്തിക്കും ഇടയ്ക്കൊക്കെ കയറി മേയാനുള്ള അവകാശം ഇതുപോലുള്ള ഏത് സർക്കാർ ഓഫീസിലുണ്ട്. മണിയടിച്ച് വെറുതെ ഊർജം കളയണ്ട സാറേ. ആരും വരില്ല. അതിനുള്ള ഏർപ്പാട് പുറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറി. ഈ കോട്ട വരാത്തതിന്റെ കാരണം എന്താ? കാരണമുണ്ട്. എന്തോന്ന് കാരണം? അതെ, സമയമാകുമ്പോ ബോധിപ്പിച്ചോളാം. അത് പോരല്ലോ. സാറിന്റെ ഇഷ്ടത്തിന് കച്ചവടം നടത്താനല്ലല്ലോ ഞാൻ ഈ പണി തുടങ്ങിയത്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കേട്ടോ, നിങ്ങൾ വ്യാജമദ്യം ഉണ്ടാക്കുന്നതായും അത് നിങ്ങളുടെ ബാറിൽ തന്നെ വിൽക്കുന്നതായും ധാരാളം കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്താ വന്ന് അന്വേഷിക്കാത്തത്? സൗകര്യം പോലെ അത് സാറിന്റെ ഇഷ്ടം. കഴിഞ്ഞ 10-15 ദിവസമല്ല എന്റെ ആൾക്കാർ സാറിന്റെ മുമ്പിൽ കുമ്പിട്ടിരിക്കാൻ തുടങ്ങി. കുമ്പിട്ട് മൂക്ക് തെങ്ങിട്ട് ഇങ്ങനെ ആയിപ്പോയി സാറേ. അതുകൊണ്ടാ വന്നത്. ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. കണ്ട ഊച്ചാളി അബ്കാരികളോട് കാണിക്കുന്ന വേഷം കെട്ടൊന്നും എന്നോട് കാണിക്കല്ലേ. അയ്യോ, ഈയിടെ 3 ഗർഭമുറ കണ്ടുപിടിച്ച ഗർഭ ഉറയല്ലടാ, 3 ഭൂഗർഭ അറ. തന്നെ കൊണ്ട് ഇത് ബലമായി ചെയ്യിക്കാൻ അറിയാഞ്ഞിട്ടല്ല. താൻ വിചാരിക്കുന്നുണ്ടാവും തന്റെ കയ്യൊപ്പും സീലും ഇല്ലെങ്കിൽ ദേവി തട്ടുംപുറം ബാറടച്ച് വീട്ടിൽ പോയിരിക്കുമെന്ന്. ഷായ്ക്ക് വേണ്ടിയുള്ള ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, അതെവിടം വരെ പോകുമെന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട്.
ഇപ്പൊ കൊണ്ടുവരാം. എന്താ പീസറെ ഒരു അതിക്രമിച്ചു കയറ്റം? ശരീരത്തിന് നല്ല സുഖമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളിപ്പോ ഒന്ന് സല്യൂട്ട് ചെയ്തേനെ. എന്താടോ ബായി, തട്ടുംപുറം ബാറിൽ ഒരു ആട്ടവും പാട്ടും ഒക്കെ അത് പിന്നെ പിള്ളേര് സന്തോഷം കൊണ്ട് ആടുന്നതല്ലേ. പാവം ആ എക്സൈസ് കമ്മീഷണർ കോട്ട കൊടുത്തില്ലെങ്കിൽ കട പൂട്ടിക്കളയൂന്നാണ് മൂപ്പര് കരുതിയത്. ആളൊരു മണ്ടനാ. കൈക്കുടുന്നോണ്ട് കടല് മൂടി വയ്ക്കാൻ പറ്റുമോ എന്റെ പൊന്നു സാറേ? പിള്ളേരല്ലേ, ഒരാടട്ടെ. എന്നാൽ ബാർ അടച്ചു പൂട്ടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കാം, പക്ഷേങ്കിൽ അറബിക്കടലിൽ നങ്കൂരിട്ടിരിക്കുന്ന കപ്പൽ പൊക്കിയാ പൊങ്ങുവോ? സാറേ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാ നിങ്ങളിപ്പോ പറയണത്. അയാളെ അങ്ങോട്ട് വിട്ടേക്ക് മോളെ. ഈ മൂത്താഫീസർമാര് പറയും പോലെ കേട്ടില്ലെങ്കിൽ മൂപ്പരുടെ പ്രമോഷൻ പോവും, ഇൻക്രിമെന്റ് പോവും, പിന്നെ മൂപ്പര് കെട്ടിയോളം പിള്ളേരെയും വിളിച്ച് നാട് വിടണ്ടായിട്ടും വരും. അപ്പേ നിങ്ങള് വന്ന ഇടം മാറിപ്പോയി, വേഗം സ്ഥലം വിട്ടോ. എടോ കിളവ, ഉദ്ദേശിച്ച് വന്ന ജോലി ഭംഗിയായി തീർത്തിട്ട് ഈ CI മാർട്ടിൻ മടങ്ങിപ്പോവൂ. തന്റെ ഈ ഗുണ്ടായിസൊക്കെ തെരുവിൽ കുപ്പ വെറുക്കുന്ന കണ്ട തെണ്ടി പിള്ളേരടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. ഗുണ്ടായിസോ? അതെന്തിസാടോ? മാവോയിസം, സ്റ്റാലിനിസം, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടക്കണ് പെരുത്ത്. താനീ പറഞ്ഞ ഗുണ്ടായിസം അതൊരു പഴയ ഏർപ്പാടല്ലേ? ദേ ആ സൂത്രവും പറഞ്ഞ് നമ്മുടെ പിള്ളേരുടെ മേത്ത് കുതിര കയറാൻ ചെന്നാലുണ്ടല്ല, പൊട്ടാസ്യം സൈനൈഡ് കൊണ്ട് നല്ല അതിശയപ്പത്തിരി ചുട്ട് തീറ്റിക്കും തന്നെ. ആ, നിങ്ങളല്ലേ തട്ടുംപുറം ബാർ നടത്തുന്നത്? നമ്മളല്ല, അത് രവിയാണ്. ബാർ ലൈസൻസ് ആരുടെ പേരിലാണ്? അത് പണ്ട് മുതലേ നമ്മുടെ പേരിൽ തന്നെയാണ്. ലൈസൻസ് നിങ്ങളുടെ പേരില്, നടത്തുന്നത് രവി. കൊള്ളാം. അല്ല, ഇതാരാ? ഓ, പോലീസ് ക്രോസിംഗ് ആണല്ലോ. പറഞ്ഞേക്കാം, എന്റെ മോള് സുഹറ. അപ്പോ സുഹറ നിങ്ങളുടെ മോൾ, ഇവളെ വെച്ച് നടത്തുന്നത് രവി, അങ്ങനെയല്ലേ? മണിത്തരം പറയുന്നുള്ള ശൈത്താനെ. ഇന്ന് വരെ എന്റെ നേരെ ഒരുത്തനും കൈപൊക്കിയിട്ടില്ല. നീ അത് ചെയ്തല്ലേ? വെളിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല, ആളുകൾ കൂടി തുടങ്ങി. ആ ശരി ശരി. ഏയ്, ബാപ്പയും മോളും നാളെ രാവിലെ സ്റ്റേഷനിൽ എത്തിക്കൊള്ളണം. എന്താ? ആടോ. ഞങ്ങളുടെ ബായിയുടെ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയോ? പൊട്ടിക്കിടാനിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, വീട്ടിനകത്തേക്കൊന്നും ഞാൻ പോയില്ല. നീ ഇനി കുതിര പിരിക്കണ്ടോ? നീ ഞങ്ങളുടെ ഭായിയെ തല്ലി അല്ലടാ. ഒരബദ്ധം പറ്റി. രവിയേട്ടവൻ നമ്മുടെ സലീം ഭായിയെ തല്ലി. വിടുന്നവനെ കൊല്ലണം. പറ്റിപ്പോയി, മാപ്പ്. തൽക്കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ തെരുവിന്റെ ഹൃദയത്തിലാണ് നീ മുറിവേൽപ്പിച്ചത്. ബായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളെ നിന്നെ.